പാകിസ്ഥാൻ്റെ ഒരു DNA അങ്ങനെയാണ്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനാവുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെ പ്രതീക്ഷിച്ച് എത്തിച്ചേർന്ന പാകിസ്ഥാൻ്റെ തന്നെ താല്പര്യപ്രകാരം എത്തിച്ചേർന്ന ഒരു വെടിനിർത്തൽ കരാറാണെന്ന് ഓർക്കണം. അത് പാകിസ്ഥാൻ ഏകപക്ഷീയമായി ലംഘിക്കുന്നുവെങ്കിൽ പാകിസ്ഥാൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്? വേർ ഇസ് പ്രൊഫഷണലിസം? പാക് ആർമിക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ടാകേണ്ടതില്ലേ? ആകെ ചിതറി നിൽക്കുന്ന പാകിസ്ഥാൻ, ജനം ചിതറി നിൽക്കുകയാണ്. രാഷ്ട്രീയമായ ഏകോപനമില്ല. രാഷ്ട്രീയ നേതാക്കൾ വിരുദ്ധമായ സ്വരങ്ങളിൽ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അസിം മുനീർ എന്ന പാകിസ്ഥാൻ്റെ സൈനിക ജനറലിനോട് നേരിട്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സംസാരിക്കുകയാണ്. കാരണം പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇത് നിൽക്കില്ല എന്ന ബോധമാണ്. അതുകൊണ്ട് ആർമി ജനറൽ വേണ്ടാത്ത ഒന്നും കാട്ടിക്കൂട്ടരുത്, അബദ്ധം ചെയ്യരുത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായത്. ആ വെടിനിർത്തൽ സമയക്രമത്തെക്കുറിച്ചൊക്കെ ആശയക്കുഴപ്പമുണ്ട്. അതിനെക്കുറിച്ച് ആരത് വെളിയിൽ പറഞ്ഞു? ഉഭയകക്ഷി അടിസ്ഥാനത്തിലുള്ള ചർച്ചകളിലാണോ അതോ അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് ആണോ നടന്നത്? അതേക്കുറിച്ചൊക്കെയുള്ള നിൽക്കട്ടെ, അതേക്കുറിച്ച് ആരോപണമുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചത് പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇനിയും വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നതായിട്ടാണ് പ്രതീതി. എത്ര കാലം?